ചെറിയ കുട്ടികൾക്കും സുബസാറാണ്. നമ്മളിന്ന് 10ാം ക്ലാസ്സുകാർക്ക് വേണ്ടി അടിപൊളി ഒരു ക്വസ്റ്റൻ ആണ്. നമ്മുടെ കോർഡിനേഷനിൽ നിന്നാണ്. കുട്ടികൾക്ക് എനിക്ക് തോന്നുന്നു ഇത്തിരി ഇഷ്ടപ്പെട്ട ഒരു ചാപ്റ്റർ ആണ്. കാരണം ചെയ്യാൻ അത്ര ബുദ്ധിമുട്ടില്ല. ട്രിഗണോമെട്രി ആയിട്ട് നോക്കുമ്പോൾ ഇത്തിരി നന്നായിട്ട് സന്തോഷിക്കുക അല്ലേ. എന്നാൽ ഈ എക്സാമിന് വരുന്ന ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഡിഫറെന്റ് ആണ് എന്നുള്ള കാര്യം മറക്കരുത്. ടെക്സ്റ്റ് ബുക്കിലെ അതേ ക്വസ്റ്റ്യൻസുകളോ അതേപോലത്തെ മാത്രമേ ഒന്ന് വിചാരിക്കല്. പുതിയ ക്വസ്റ്റ്യൻസുകൾ എല്ലാവരും പഠിച്ചോണം. അതിലൊന്നാണ് നിങ്ങൾ ഈ ബോർഡെ കാണുന്നത്. നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും വളരെ ഈസി ആയിട്ട്. ഓക്കെ, ഇവനെയൊക്കെ ചെയ്യുന്ന മെത്തേഡുകളും അതിനുള്ളിലുള്ള കൺസെപ്റ്റും എല്ലാം നിങ്ങൾ മനസ്സിലാക്കണം. പിന്നെ നമ്മുടെ ഓൺലൈൻ ക്ലാസ് ഉണ്ട്, നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. മാത്സിനെ വളരെ ഈസി ആയിട്ട് ഫുൾ മാർക്കിൽ എത്തിക്കാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും തന്നുകൊണ്ട് നോട്ട്സ് എല്ലാം, ക്ലാസ് നോട്ട്സ്, ഇക്വേഷൻ ബുക്കിലെറ്റ്, ക്വസ്റ്റ്യൻ പാക്കേജ് എല്ലാം തന്നുള്ള ക്ലാസ് നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് മാത്സിനെ പേടിക്കാതെ നിങ്ങൾക്ക് എക്സാമിന് പോകാൻ പറ്റുന്ന രീതിയിൽ കൂടെ അതിന് ജോയിൻ ചെയ്യാൻ താഴെ തന്നുള്ള ഏതെങ്കിലും നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ ക്വസ്റ്റ്യനോട് കയറാം. എ സർക്കിൾ ഈസ് ഡ്രോൺ വിത്ത് സെന്റർ ഈസ് 2, നമ്മളൊരു സർക്കിൾ വരയ്ക്കുന്നു. അവിടെ സെന്റർ എത്ര മോനെ? 2, ശരി. ഇനി എന്താണ്? പാസിംഗ് ത്രൂ -1, അതിങ്ങനെ -1, കൂടെ എന്ത് ചെയ്യുന്നു മോനെ? പാസ് ചെയ്യുന്നുണ്ട്. ഇതാണ് -1, എന്ന് വിചാരിക്കുക. അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ സർക്കിൾ, ഇങ്ങനെ ഉണ്ടോ? ഓക്കെ, ഇതാണ്. അപ്പൊ ഈ പോയിന്റ് കൂടി ഇങ്ങനെ നമ്മൾ പാസ് ചെയ്ത് പോവുകയാണ്. ഇതാണ് നമ്മുടെ സർക്കിൾ. ഇനി അവർ പറയുന്നത് അങ്ങനെയാണെങ്കിൽ ദ പോയിന്റ്സ് 1, 4, 0, 1, 5, 6, 2, 2 ഇതൊക്കെ എവിടെയാണ്? ഇൻസൈഡ് ആണോ ഔട്ട് സൈഡ് ആണോ അതോ ഓൺ ദ സർക്കിൾ ആണോ എന്നും ചെക്ക് ചെയ്യണം. ഈ പോയിന്റ് ഇതിന്റെ അകത്താണോ അതോ പുറത്താണോ ഈ സർക്കിളിലാണോ, അതുപോലെ എല്ലാ പോയിന്റ്സും ചെക്ക് ചെയ്യണം. അപ്പൊ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ തന്നേക്കുന്ന സെന്റർ ഉണ്ടല്ലോ 2, ഉണ്ടല്ലോ മോനെ, പാസ് ചെയ്യുന്ന പോയിന്റ് ഉണ്ടല്ലോ, ഇത് ഉപയോഗിച്ചുകൊണ്ട് ഇതിന്റെ റേഡിയസിനെ നമ്മൾ കണ്ടുപിടിക്കണം. അതാണ് നമ്മുടെ ആദ്യത്തെ ജോലി, ആരം കണ്ടുപിടിക്കണം. അപ്പൊ അതിനുവേണ്ടി നമ്മൾ ഡിസ്റ്റൻസ് ഫോർമുല യൂസ് ചെയ്യണം. റൂട്ട് ഓഫ് മോനെ ഈ രണ്ട് പോയിന്റ് നമ്മൾ ഡിസ്റ്റൻസ് ഫോർമുല നമുക്ക് എല്ലാവർക്കും അറിയാം. x1 - x2 the whole square plus y1 - y2 the whole square, that is root of. ഇനി എന്താ ചെയ്യേണ്ടത്? x1 - x1 നോക്കിക്കേ, 2 - -1 the whole square plus -3 - 1, okay, -3 - 1 the whole square, that is 3 square plus -4 the whole square. 3 square is 9, 9, -4 square is 16, 16, 9 16 25, റൂട്ടിനുള്ളിൽ, റൂട്ട് പുറത്ത് വരുമ്പോൾ 5. ഓക്കെ, ഞാനിവിടെ 5 എന്ന് എഴുതുവാണേ. അപ്പൊ 5 എന്ന് കിട്ടി. അപ്പോൾ ഇതിന്റെ ആരം നമുക്ക് കിട്ടിയത് 5ആണ്, റേഡിയസ്. ഇനി അവർ ചോദിച്ചിരിക്കുന്ന ഓരോ പോയിന്റുകളും എവിടെയാണ് എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യണം. അപ്പൊ അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടത് ഈ 2, -3 എന്ന് പറയുന്ന സെന്ററും ഈ പോയിന്റുകളിലോട്ടുള്ള അകലങ്ങൾ കണ്ടുപിടിക്കണം. ഇവിടെ നിന്നും ഈ 4 അടുത്തോട്ടും അകലങ്ങൾ 4ആയിട്ട് കണ്ടുപിടിക്കുമ്പോൾ കിട്ടുന്ന ആ ഡിസ്റ്റൻസ് 5ൽ കൂടുതലാണോ 5ൽ കുറവാണോ എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം 2, -3 എന്ന് പറയുന്ന പോയിന്റ്, ഫസ്റ്റ് പോയിന്റ് 1 ഫോർവേഡ് ചെക്ക് ചെയ്തിട്ട് അതിന്റെ സ്ഥാനം എവിടെയാന്ന് ഇപ്പൊ പറയാൻ പറ്റും, പുറത്താണോ അകത്താണോ. ഓക്കെ, that is equal to root of x1 - x2, that is 2 - 1 the whole square plus -3 - 4 the whole square. ശരിയാണല്ലോ? x1 - x2 the whole square, y1 - y2 the whole square, 2 - 1 is 1 square, -3 - 4 -7 സ്ക്വയർ എടുക്കുമ്പോൾ 49. ഓക്കെ, അപ്പൊ 1 square is 1. ആൻസർ റൂട്ട് ഓഫ് 50 മോനെ. റൂട്ട് ഓഫ് 50, ഇവിടെ നമുക്ക് റൂട്ട് ഓഫ് 25 വന്നത്, അങ്ങനെയാണ് നമുക്ക് 5 എന്ന് വന്നല്ലേ. അപ്പൊ നോക്കിക്കേ, ഇതിന്റെ റേഡിയസ് 5 ആയിരുന്നു, 5 അല്ലേ. എന്തായാലും അപ്പൊ എന്ന് പറഞ്ഞാൽ 25ന് റൂട്ട്, ഇവിടെ നമുക്ക് റൂട്ട് ഓഫ് 50 എന്ന് പറയുമ്പോൾ ഏകദേശം 7 പോയിന്റ് വരും, നമുക്ക് 7 പോയിന്റ് അതിന്റെ റൂട്ട് അല്ലേ. കാരണം 49 വരുമ്പോഴേ റൂട്ട് നമുക്ക് 7 വരും. റൂട്ട് ഓഫ് 50 വന്നപ്പോഴേ മനസ്സിലായി 7ൽ കൂടുതലാണ്, മീൻസ് 5ൽ കൂടുതലാണെന്ന് മനസ്സിലായി. 7 പോയിന്റ് എന്നുള്ളത് 5ൽ കൂടുതലാണ്. അപ്പൊ 5 ആണെങ്കിൽ അകത്തായിരുന്നു കേട്ടോ, 5നുള്ളിലാണെങ്കിൽ ഇതിന്റെ അകത്താ. അപ്പൊ 7 യൂണിറ്റ് മാറിയാന്ന് പറഞ്ഞാൽ സർക്കിളിന് എവിടെയാ മനെ? അത് പുറത്താ. കാരണം ഇതിന്റെ ഈ റേഡിയസ് നമുക്ക് ഇപ്പൊ കിട്ടിയത് 5 അപ്പൊ 5 ആണ് നമ്മുടെ പരിധി. ഏതാ? നമ്മുടെ ബൗണ്ടറി നിൽക്കുന്നത് സെന്ററിൽ നിന്ന് 5 സെന്റിമീറ്റർ അല്ലെങ്കിൽ 5 മീറ്റർ മാറിയാം. ഇപ്പൊ 7 മീറ്റർ മാറി നിൽക്കുക എന്ന് പറഞ്ഞാൽ അതിന് പുറത്തായിരിക്കുമല്ലോ. ഇവിടുന്ന് ഒരു 7 മീറ്റർ മാറി എന്ന് പറഞ്ഞാൽ പുറത്തായിരിക്കും. അപ്പൊ നമുക്ക് ഈ പോയിന്റ് എവിടെയാ മോനെ? എവിടെയായിരിക്കും? ഔട്ട് സൈഡ് ആയിരിക്കും. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് 0, 1, 2, -3 0, 1 ഡിസ്റ്റൻസ് ചെയ്യുമ്പോൾ നോക്കിക്കേ മോനെ, 2 - 0 the whole square plus -3 - 1 the whole square, that is 2 - 0. What is 2 - 0? 2. സ്ക്വയർ എടുക്കുമ്പോൾ 4 plus -3 - 1 -4 സ്ക്വയർ എടുക്കുമ്പോൾ 16. റൂട്ട് ഓഫ് 20 ഉള്ളൂ മോനെ.
20ന്റെ റൂട്ട് എന്തായാലും നമുക്കറിയാം 5 പോയിന്റ് ഇല്ല, 5 ഇല്ല, 4 പോയിന്റേ വരത്തുള്ളൂ അല്ലേ? കാരണം ഇവിടെ 5 നമുക്ക് റേഡിയസ്. അപ്പൊ ഇവിടെ കിട്ടുന്ന 4 പോയിന്റ്. 4 പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇതിനുള്ളിലായിരിക്കും എന്നാണ്. മനസ്സിലായല്ലോ? 5 വന്നെങ്കിൽ ഇവിടെ മുട്ടത്തുള്ളൂ. അപ്പൊ 4 പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇതിനുള്ളിലായിരിക്കും. അപ്പൊ നമുക്ക് ഫസ്റ്റ് എന്തായിരിക്കും? ഇത് ഈ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇൻസൈഡ് ആയിരിക്കും. ക്ലിയർ ആണല്ലോ മോനെ? ഇങ്ങനെ ഓരോ പോയിന്റ് നിങ്ങൾ ചെക്ക് ചെയ്യണം. അടുത്ത പോയിന്റ് ആരൊക്കെ തമ്മിലോ? 2, -3 അടുത്ത 5, 6. ഓക്കെ, ദാറ്റ് ഈസ് റൂട്ട് ഓഫ് 2 - 5 the whole square plus -3 - 6 the whole square equal root of 2 - 5 എത്ര മോനെ? What is 2 - 5? 2 - 5 -3 സ്ക്വയർ എടുക്കുമ്പോൾ 9. ഓക്കെ ആണല്ലോ? പ്ലസ് -3 - 6 is -9. -9 the whole square is 81. Answer is root of 90. 5 കൂടുതലാ. 90ന്റെ റൂട്ട് 5ൽ കൂടുതലല്ലേ മോനെ? അപ്പോൾ ഈ പോയിന്റ് എവിടെയായിരിക്കും? ഔട്ട്സൈഡ്. ഓക്കെ, അപ്പൊ ലാസ്റ്റ് വൺ നിങ്ങൾക്ക് ചെയ്യാൻ തരികയാണ്. നിങ്ങൾ ലാസ്റ്റ് ചെക്ക് ചെയ്യേണ്ടത് ആരൊക്കെയാ മോനെ? 2, -3 2 നമ്മളുടെ ഡിസ്റ്റൻസ് ആണ്. അത് നിങ്ങൾക്ക് ചെയ്യുമ്പോൾ 2 - 2 0. ആദ്യത്തെ 0 കിട്ടും. ചെയ്ത് നോക്കണേ. -3 - 5 ആൻസർ 25. റൂട്ട് ഓഫ് 25 5 എന്ന് കിട്ടി മോനെ. 5 കിട്ടിയ എന്താ മീനിങ്? അർത്ഥം മോനെ, ആ പോയിന്റ് എവിടെ തന്നെയാണ്? ഓൺ ദ സർക്കിളിലാണ്. ഓക്കെ, അപ്പോൾ ക്ലിയർ ആയിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള ക്വസ്റ്റൻ ആണ്. ഇതൊക്കെയാണ് എക്സാമിന് ചോദിക്കുന്നത്. ഇങ്ങനെയുള്ള മാറ്റമുള്ള ചോദ്യങ്ങൾ എക്സാമിന് വരുന്നതിനെ പഠിക്കാതെ പോയി കഴിഞ്ഞാൽ പണി കിട്ടും. ഓക്കെ, അപ്പൊ ഇഷ്ടപ്പെട്ടാൽ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ട്, എല്ലാവർക്കും ഒത്തിരി കുട്ടികൾ നിങ്ങളുടെ ഫ്രണ്ട്സ് ആയിട്ടുണ്ട്, ആ സ്കൂൾ ഗ്രൂപ്പായിട്ടുണ്ട്, അല്ലാതെ പ്രൈവറ്റ് ഗ്രൂപ്പ് ഉണ്ട്. നിങ്ങൾക്ക് പറ്റുന്നെങ്കിൽ ഈ ക്ലാസ് നിങ്ങളൊന്ന് മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക. ഗുഡ് ബൈ.